അസാധാരണമായ ഒരു ജീവിത കഥ പറയുവാൻ ഒരു വ്യക്തി എൻ്റെ കൂടെയുണ്ട്. ഷിബു തങ്കച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു പെന്തക്കോസ്ത് സഭാ ശുശ്രൂഷകനായിരുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 5 വർഷത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്ന വ്യക്തിയാണ് എന്നോട് കൂടെയുള്ള പാസ്റ്റർ ഷിബു തങ്കച്ചൻ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് പറയുന്നത് പോക്സോ കേസാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പോക്സോ കേസ് എത്രമാത്രം ഗുരുതരമാണെന്നറിയാം. പക്ഷേ ഒടുവിൽ അദ്ദേഹം തൻ്റെ ജയിൽവാസ കാലഘട്ടത്തിൽ തനിയെ നിയമം പഠിച്ചു. ആ നിയമത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിച്ച് കോടതി അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് കണ്ടെത്തുകയും കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. ഇതാണ് ചുരുക്കത്തിലുള്ള കഥ. ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ ചില വാക്കുകൾ കൊണ്ട് നമുക്കത് പറയുവാൻ സാധിക്കും. എന്നാൽ ഒരു മനുഷ്യൻ കടന്നുപോയ ജീവിതത്തിൻ്റെ തീവ്രമായ വേദനയുടെയും തകർച്ചയുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും അവഗണനയുടെയും പീഡിപ്പിക്കലിൻ്റെയും ദുരിതപൂർണമായ വർഷങ്ങൾ നീണ്ട അതിവേദനയുടെ യാതനയുടെ ഒരു ചരിത്രം അതിൻ്റെ പുറകിലുണ്ട്. ആ കഥയാണ് നമ്മളോട് പറയുവാൻ പോകുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഒരഭിമുഖത്തിന് വേണ്ടി ക്ഷണിച്ചത്. ഈ കഥ ഒരുപക്ഷെ ന്യൂസ് ചാനലുകളിലൂടെ നിങ്ങൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കുറച്ചുകൂടെ വിശദമായി അദ്ദേഹം നമ്മളോടത് പറയുവാൻ പോവുകയാണ്. ഞാൻ വേദനയോടുകൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ തകർച്ചയിൽ അദ്ദേഹത്തിനൊരു കൈത്താങ്ങൽ കൊടുക്കുവാനോ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുവാനോ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുവാനോ ആരുമില്ലാതെ പോയി. ഏകനായി തൻ്റെ വേദനകൾ നടന്നു തീർക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൻ്റെ തീവ്രത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് പ്രേക്ഷകരുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. സ്വാഗതം ചെയ്യാം ഷിബു തങ്കച്ചനെ. എവിടെ തുടങ്ങണം, എന്ത് പറയണമെന്ന് സത്യത്തെ എനിക്കറിയത്തില്ല. കഥ മുഴുവൻ ഞാൻ കേട്ടതാണ്. പക്ഷേ ഈ കഥ നമ്മളിവിടെ പ്രേക്ഷകരോട് പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ആർക്കും ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു വേദനാനുഭവത്തിലൂടെയാണ് പാസ്റ്റർ കടന്നുപോയത്. ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ദുരന്തമുണ്ടാകരുത്. മാത്രവുമല്ല, ഒരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും ഉന്നയിക്കുന്ന ഒരു വ്യാജ ആരോപണം കോടതിയും പൊതുസമൂഹവും എല്ലാം അയാൾക്കെതിരെ ചുമത്തി കുറ്റവാളി എന്ന് പറയുമ്പോഴും കരുണയുടെ കരങ്ങൾ നീട്ടി അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ എന്താ സംഭവിച്ച സഹോദര എന്ന് ചോദിക്കുവാനോ ഒരാളെങ്കിലും മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. പറഞ്ഞു തുടങ്ങിക്കോളൂ. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു തെറ്റുണ്ട്. അത് പൊതുസമൂഹത്തിനും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിനും പറ്റിയ തെറ്റുകളുണ്ട്. തെറ്റുകളെയെല്ലാം നമുക്ക് ന്യായീകരിക്കാനൊക്കത്തില്ല. അതിനെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാൽ അതിനപ്പുറത്ത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ മുന്നോട്ട് വെക്കുവാൻ സാധിക്കും? ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾക്ക് സംസാരിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം എന്നുള്ള നിലയിൽ പാസ്റ്റർക്ക് എന്താണ് സംഭവിച്ചത്? 2014 ഒക്ടോബർ മാസം 18-ാം തീയതി ഒരു പെൺകുട്ടി, അതായത് എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞിനോടൊപ്പം കളിക്കാൻ വന്നുകൊണ്ടിരുന്ന 11 വയസ്സ് പ്രായമുള്ള അയൽപക്കത്തുള്ള കുട്ടി. അയൽപക്കത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ആൻറ്റിയുടെ അപ്പൻ്റെ സഹോദരിയുടെ മക്കളുടെ സെയിം പ്രായം, സെയിം ക്ലാസ്. ആ കുട്ടി അവരുടെ കൂടെയാണ് ഡെയിലി വരാറുള്ളത്. ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു സ്വന്തമായൊരു ജോലി നോക്കിയിരുന്നു. ഞാൻ ജോലിക്ക് പോവുകയും അതുപോലെ ചെറിയൊരു ഏജൻസി പോലെ ഈ ടാർപോളിന് അതിൻ്റെ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് ഹോൾസെയിലായിട്ട് കടയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഞാൻ സ്വന്തമായി ഏൺ ചെയ്ത് തന്നെ സുവിശേഷ വേല ചെയ്യണം. അത് കേവലം പ്രസംഗം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്ന ഒന്നല്ല, അല്ലെങ്കിൽ സുവിശേഷം പറച്ചിലുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്വന്തമായി അധ്വാനിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളവർക്ക് ഒരു നേരത്ത് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കണമെന്നൊരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് എൻ്റെ ഒരു ബന്ധു, അകന്ന ബന്ധു, എൻ്റെ ബന്ധു പറയുന്നത് ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ റിലേഷൻ, ഒരു കണ്ണൂർ ഒരു കമ്പനിക്കാരൻ, അവരുടെ റിലേറ്റീവാണ്.
അവരെന്നോട് ഇങ്ങനെ ഒരു ടാർപോളിൻസിൻ്റെ എനിക്കറിയാം ടാർപോളിൻ കമ്പനി, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവർ എന്നെ സപ്പോർട്ട് ചെയ്ത് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും മേടിക്കാതെ എനിക്ക് സാധനം തരികയും നല്ലോണം ബിസിനസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കയറ്റിക്കൊണ്ട് വരാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ ഞാൻ കയറി വന്നിരുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് കയറി വരുന്നു. അതുപോലെ തന്നെ സുവിശേഷ വേലയും അതിനോടൊപ്പം പോകുന്നു. തന്നെയല്ല, എനിക്ക് കൂടുതൽ കുറച്ചുകൂടെ പഠിക്കണമെന്നൊരു സെക്കുലറായിട്ട് കുറേ കൂടെ പഠിക്കണം, സ്റ്റഡി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ വൈഫിനെ ഞാൻ വീണ്ടും PGDCA പഠിക്കുന്നതിനായിട്ട് വിട്ടു. അതുപോലെ ഞാനും പഠിക്കുന്നതിനായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ വളരെ ഏൺ ചെയ്ത് കുറച്ചുകൂടെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ സുവിശേഷ വേല ചെയ്യണം, കേവലം സാധാരണ രീതിയിലല്ല, കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം. ഒരുപക്ഷെ അതൊരു ദുരാഗ്രഹമായി പോയോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുകയാണ്. കാരണം ആ സാഹചര്യത്തിലേക്ക് അങ്ങനെ പോയതുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നും എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഈ കുട്ടിയോട് വരികയും പലതവണ ഒരു പ്രാവശ്യം എൻ്റെ വൈഫ് കുട്ടീന്ന് ഞാൻ അന്ന് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ പറയുക കുടുംബത്തിൻ്റെ ബാല്യകാലം, അതായത് നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒന്നുമില്ല. അത്യാവശ്യം ഞാൻ എവിടെയും പൈസ ഇടാൻ ഷെൽഫിൽ പോയിട്ട് വെറുതെ ഇടുമായിരുന്നു. ചെന്ന അലമാരി ലോക്കറോ അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ കൊണ്ടിടുന്നു. ഈ കുട്ടിയിൽ ഒരു പ്രാവശ്യം എടുത്തു എൻ്റെ വൈഫ് താക്കീത് ചെയ്ത് പറഞ്ഞു വിട്ടു. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് എൻ്റെ വൈഫ് പറഞ്ഞു, മോളെ ഇനി എടുക്കരുത്, ഇനി അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു വാണിയും കൊടുത്തു വിട്ടു ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം എൻ്റെ ഈ കസിൻ ബ്രദേഴ്സ് ട്വിൻസാണ്, അവർ വന്നു, ചേട്ടാ ഇന്ന് ഞങ്ങൾക്ക് ഈ കുട്ടി ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു, 15 രൂപ തന്നു, പൈസ ഞങ്ങൾ മേടിച്ചില്ല, ഐസ്ക്രീം മേടിച്ചു തിന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എനിക്ക് ആ കഴിഞ്ഞ ദിവസം വൈഫിന് പറഞ്ഞ ആ കാര്യം ഓർമ്മ വന്നു, പൈസ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും നിൻ്റെ അച്ഛനോട് ഞാൻ പറയും, സത്യം തുറന്ന് പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ശബ്ദം ഉയർത്തിയെന്ന് ചോദിച്ചു. ഈ സാഹചര്യത്തിൽ ഈ ശബ്ദം ഉയർത്തി ചോദിച്ചത് ഇപ്പോഴത്തേനും പറഞ്ഞു, ചേട്ടാ അങ്ങനെ പൈസ എടുത്തതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ ദേഷ്യം വന്നു. ഞാൻ കട്ട മുതൽ തിന്നു എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് അടിയും കൊടുത്ത് ഈ കുട്ടിയെ ശരിക്കും ഷൗട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇനി വേലയിലൂടെ കയറരുതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് എൻ്റെ ഫാദറിനോട് പറയുമെന്നൊക്കെ പറഞ്ഞു. കുട്ടി അടിച്ചോ? കുട്ടി അടിച്ചില്ല, കുട്ടിയെ ഷൗട്ട് ചെയ്ത് ഞാൻ പുറത്തു വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് നിൻ്റെ അച്ഛനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ. കാരണം കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പുതിയ യൂണിഫോം ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നൊരു സമയമുണ്ട്, ആ സമയത്താണ് നടക്കുന്നത്, ജൂൺ മാസത്തിലാണ്. എന്നാൽ ഈ കുട്ടി അന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ ആ കാര്യം വിട്ടുപോയി. എന്നോട് തന്നെ വൈഫ് പറഞ്ഞു, നിങ്ങൾ ചുമ്മാ അങ്ങനെയൊന്നും പറയരുത്, അവരുടെ അച്ഛനാണെങ്കിൽ മദ്യപിക്കുന്ന ആളാണ്, ആ കൊച്ചു ഇപ്പോൾ തല്ലിക്കൊല്ലോ, അതൊന്നും പറയരുത്, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞോളാം, അതിന് പറഞ്ഞ് തിരുത്തിക്കോളാം എന്ന് പറഞ്ഞ് എൻ്റെ വൈഫ് തന്നെ എന്ത് ചെയ്തു, ഇനി ഞാൻ തിരക്കാനും പോയില്ല, ഞാൻ ആ വിഷയം വിട്ടു. എന്നാൽ ഇതെൻ്റെ വൈഫിൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്ത് സമൂഹത്തിൽ അവരുടെ സെയിം ഏജുള്ള കൂട്ടുകാരികളായിട്ടുള്ള അയൽപക്കത്തെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഈ കുട്ടി ഇങ്ങനെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ വന്ന് 2 പ്രാവശ്യം വിട്ടു, എന്തെങ്കിലും വാണി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, പൈസ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. കാരണം അതിങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കുന്ന ഒരു കുട്ടിയാണ്. അത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീടുകളിലും കയറി. കാരണം ഞാനൊരു അവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ല. എവിടെ വെച്ച സംഭവം? ഇത് ഈ തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അവിടെയാണ് ശുശ്രൂഷിക്കുകയാണ്. ഞാൻ തൊടുപുഴ ആലക്കോട് വിജയാനി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ 5 വർഷം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് കുമളി എന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടുത്തെ ഡിനോമിനേഷൻ എന്തോ പഠിക്കുന്ന അന്നേരം ആ സമയത്ത് ഞാൻ സെക്കുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ BCom ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ BCom ചെയ്യുന്നു, എൻ്റെ വൈഫ് PGDCA പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും പഠനത്തെ ഇതുകൂടെ ബാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാളത്തേന് ലീവ് എടുത്തെന്ന് പറഞ്ഞ പോലെ ചർച്ച് മിനിസ്ട്രിയിൽ നിന്ന് മാറി ഇന്നുകൊണ്ട് അത് അധികം നാളായില്ല, ഒരു കുറച്ചായുള്ളൂ, ഒരു 2-3-4 മാസം. ഒരു ഇടയ്ക്കൊരു കാര്യം ചോദിട്ടെ, നിങ്ങൾ ഉൾപ്പെട്ട് നിന്നിരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ലൈഫ് ബൈബിൾ ചർച്ച്, ന്യൂ ലൈഫ് ബൈബിൾ ചർച്ച് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ചായുള്ളൂ, അതായത് ഇത് വിട്ട്. അപ്പോൾ ഈ ബിസിനസ് ഇത് സ്വന്തമായിട്ട് അപ്പോൾ എന്നോട് ഞാൻ ഈ പറഞ്ഞ കമ്പനിക്കാരൻ അങ്ങളോട് പറഞ്ഞപ്പോൾ അങ്ങൾ പറഞ്ഞു, അതിനെന്താ പോലെ ചെയ്തോ, നീ കയറി വാ, നന്നായിട്ട് സുരക്ഷിത വേല ചെയ്യണം, നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം, അതിന് വേണ്ട വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ കയറി ബിസിനസ്സും പഠിത്തവും സുരക്ഷിത വേല എല്ലാം നന്നായിട്ട്. എന്നാൽ ഇതിനിടയ്ക്ക് പ്രവർത്തനത്തിന് പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചർച്ചിൻ്റെ ഇൻചാർജ് ഇല്ല എന്ന് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ ഇഷ്യൂ ഉണ്ടായി, ഇതിങ്ങനെ കഴിഞ്ഞു പോയി. വൈഫിൻ്റെ ഇത് എങ്ങനെയോ കറയും കുത്തി ഈ കുട്ടിയുടെ മാതാവിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല.
അപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സെപ്റ്റംബർ 29 ലാസ്റ്റ് ആയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ കാലിൽ ഞരമ്പ് ഉരുണ്ട് കൂടിയിട്ട് വെരിക്കോസ് വെയിൻ എന്തോ പ്രോബ്ലം വന്നിട്ട് വഴിയിൽ വീണ് കിടക്കുന്നൊരു സാഹചര്യം, കാല് നൂർക്കാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോറിക്ഷ എടുത്തിട്ട് പത്തനംതിട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ പോകേണ്ട വന്നു. അപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ നിൽക്കണമെന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് തന്നെ ഒരു ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ചർച്ചിലെ പാസ്റ്ററാണ്. കല്ലുമല കുഞ്ഞുവൻഷാൻ്റെ കീഴിലുള്ള ഒരു ചർച്ച കൊണ്ട് ഒരു പാസ്റ്റർ വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ ഞാൻ പാസ്റ്റർ എനിക്ക് ഇതുപോലെ ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വന്നു കുറച്ച് ദിവസം അങ്ങനെയാണ് പാസ്റ്റർ ഞാൻ എന്തായാലും ഇനി കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി, ഞങ്ങൾ വീട്ടിൽ സാധനങ്ങൾ അവിടെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു, അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് കൊണ്ടുവന്നില്ല, നിങ്ങൾ പോവാണ്, ഇനി നമ്മൾ വീടും ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി മറ്റൊരിടത്തേക്ക് പോകുന്നതിനേക്കാൾ ഉപരി എന്നാൽ സാധനം കൊണ്ടുപോകാമെന്ന് ഓർത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ഇടയായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പന്തളം അടുത്തൊരു ചർച്ചിൻ്റെ പ്രയോറിറ്റി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീടും അടുത്തായിട്ട് അമ്മയായിട്ട് അടുത്താണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു വിളി വന്നിരിക്കുന്നത്. ഇങ്ങനെ എൻ്റെ അതായത് ഞാൻ പോന്നു 1 മാസത്തിന് ശേഷമാണ്, 1 മാസം അടുത്തായി. അതായത് സെപ്റ്റംബർ 29 ഞങ്ങൾ അവിടെ വീട് വിട്ടു. ഒക്ടോബർ 10 റൂം വെക്കേറ്റ് ചെയ്തു, വീട് കീ കൊടുത്തു. അതിനുശേഷം ഒരു ഒക്ടോബർ 19, 20 ആ സമയം ആയപ്പോഴത്തേനും 26 കണ്ടായ സമയത്ത് വിളിച്ച് എൻ്റെ ഫാദറിലോ വിളിച്ച് പറയാണ്, മോനെ ഇങ്ങനെ ഒരു ഫോൺ വന്നല്ലോ, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറയുന്നു, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ രണ്ടും കൂടെ പോയി അന്വേഷിച്ചു. അവർ പറഞ്ഞു, സാറേ ഇങ്ങനൊരു സംഭവം ഇല്ല, ഇന്ന് ഞങ്ങളെ മകൻ ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വസ്തുവായിട്ട് പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് നമുക്ക് പറഞ്ഞു തീർക്കാം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരും പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു കേസ്, അങ്ങനെയാണ് കേസിന്റെ സ്റ്റാർട്ടിങ്. ആ സമയത്ത് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് കേസ് കൊടുത്തേക്കുന്നത്. വീട്ടുകാർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ല കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് അത് വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള, അതായത് നല്ല ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അതായത് ഇപ്പം പോക്സോ ആക്ട് പ്രകാരം സെക്ഷൻ പ്രകാരമാണെങ്കിൽ 21 പ്രകാരം 22 പ്രകാരം 21 പ്രകാരം മുതിർന്ന ഒരാൾ ഒരു ഫാൾസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കള്ളക്കേസാണ്, വ്യാജ കേസാണ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറ്റക്കാരാകും. അവർക്ക് 6 മാസം ശിക്ഷയും തടവും പിഴയൊക്കെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സമയം, കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പാടില്ല. അത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു വലിയ ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികളെ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആർക്കെതിരെ വേണമെങ്കിലും ഒരു പരാതി കൊടുക്കും. അതായത് ഒരു പോക്സോ കേസ് ഒരാൾക്കെതിരെ കൊടുക്കുന്നത് ഒരു മുതിർന്ന ആൾ കൊടുത്താൽ അതൊരു തെറ്റായ കേസാണെങ്കിൽ ഈ കേസ് കൊടുത്ത ആള് കുറ്റവാളിയാവും, ശിക്ഷിക്കപ്പെടും, അയാൾക്കെതിരെ നടപടി ഉണ്ടാവും, നിയമ നടപടി ഉണ്ടാവും. അതേസമയം ഒരു കുട്ടി പറയുകയാണ് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിന് നേരിടുന്ന യാതൊരു ശിക്ഷയോ നടപടി, അത് തെറ്റാണെങ്കിൽ പോലും, തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു നിയമത്തിന്റെ ഒരു സംരക്ഷണമുണ്ട്. അതുകൊണ്ട് ഇവര് വളരെ തന്ത്രപരമായിട്ട് ഇവർ ചൈൽഡ് ലൈന് വിളിച്ചറിയിച്ചു. ചൈൽഡ് ലൈൻകാരിൽ നിന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട്, അതായത് ഇവർ പറയുന്ന ഭാഗം ഈ ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 18 എന്നാൽ ചൈൽഡ് ലൈൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖയിൽ പറയുന്നുണ്ട്, ചൈൽഡ് ലൈൻ പറയുന്നത് 17-ാം തീയതി, അതായത് ഈ 18-ാം തീയതിക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ഈ കംപ്ലൈൻറ്റ് രേഖാമൂലം കിട്ടിയെന്ന് പറഞ്ഞ രേഖയുണ്ട് അവരുടെ കയ്യിൽ. ഇത് ഈ സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഈ സംഭവം പരാതി കിട്ടി. എന്നാൽ ഈ കംപ്ലൈന്റ് കിട്ടിയെന്ന് പറയുന്നത്, പരാതി കിട്ടിയെന്ന് പറയുന്നത് സ്കൂളിൽ നിന്നാണ് പരാതി കിട്ടിയെന്ന് പറയുന്നത്. എന്നാൽ ഈ സ്കൂളിലെ എച്ച് എം ആണ് ഇത് പറയുന്നതൊക്കെ പറയുന്നെങ്കിലും ഈ രേഖ ഈ പറയുന്ന പരാതി, അതായത് കേസിന്റെ പരാതി എന്ന് പറയുന്ന ഒരു സംഗതി പോലും നിലവിലില്ല. അതായത് ഇവർ വളരെ തന്ത്രപരമാണ്. കാരണം സ്കൂളിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊടുത്തിട്ട് ഈ കംപ്ലൈനന്റ് പരാതിക്കാർ ആരാന്ന് വെച്ചാൽ കുട്ടിയുടെ പേരാണ് എഴുതിയേക്കുന്നത്. കാരണം കുട്ടിയുടെ പേര് ഇത്, കാരണം ഇവർക്ക് നല്ല ഉത്തമ വിശ്വാസത്തോടു കൂടി ഇവർ ചെയ്തതാണ്, ഇത് ഫാൾസ് ആണ്, ഈ സാധനം അഥവാ തിരിച്ചു വന്നാൽ ഇതെന്ത് ചെയ്യരുത്, ആരുടെയും മേൽ വരാതെ വേണം ഇവർ കുട്ടിയുടെ പേരിലാണ് കംപ്ലൈന്റ് ചെയ്തത്. മാത്രമല്ല ഈ സംഭവം ഒക്ടോബർ 18-നാണ് 17-ാം തീയതി പരാതി കിട്ടിയെന്ന് പറയുന്നു. ഇവർ ഈ പോലീസ് ഹാജരാക്കിയ രേഖകൾ എല്ലാം പരസ്പരം കോൺട്രഡിക്ഷൻ ആണ്, ഒന്നും പൊരുത്തപ്പെടുന്നില്ല. കാരണം ഇതിങ്ങനെ ഫാബ്രിക്കേറ്റ്. അതായത് 21-ാം തീയതി പോലീസിന് പരാതി കിട്ടിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 26-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും ദിവസം നിയമം അനുസരിച്ചാണ് 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ, നിയമം പോക്സോ ആക്ട് ആണെങ്കിൽ പോക്സോ ആക്ട് പ്രകാരമാണ് ഇങ്ങനെ പറയുന്നത്, ഒരു പരാതി ലഭിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു വിവരം, ഒരു കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു എന്ന് ഒരു സൂചന കിട്ടിയാൽ പോലീസ് ഇമ്മീഡിയറ്റ്ലി അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കണമെന്നാണ് നിയമം. അതിന് പരാതി രജിസ്റ്റർ ചെയ്യണമെന്നോ FIR ഇടണമെന്നില്ല. സാധാരണ നിയമം അനുസരിച്ച് IPC അന്നത്തെ CRPC പ്രകാരമാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ പരിശോധിക്കണമെന്നുണ്ട്. ഇത് ഇത്രയും ദിവസമായിട്ട് പോലീസ് പരിശോധിക്കുകയോ ഈ കുട്ടി ആശുപത്രി കൊണ്ടുപോകുകയോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിൻ്റെ വിശദീകരണം ഈ ബഹുമാനപ്പെട്ട കോടതിയാണെങ്കിലോ ഈ പ്രോസിക്യൂഷൻ എൻ്റെ എനിക്കൊരു ഹാജരായ അഭിഭാഷകൻ ഇതൊന്നും ചോദിക്കുകയോ ഇതെന്താണെന്ന് വിശകലനം ചെയ്യുകയോ കോടതി പോലും ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ. ഇവിടെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു, അങ്ങനെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരാതി അവർ വാക്കാൽ പറയുകയോ നിങ്ങളോട് ചോദിക്കുകയോ വഴക്കുണ്ടാക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? ഈ പരാതി ചെന്നതിന് ശേഷം, പരാതി ചെന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം ഞാൻ അറിയുന്നത് 26-ാം തീയതിക്ക് സംഭവം നടന്നു എന്ന് പറയുന്നതിൻ്റെ നവംബർ, എൻ്റെ ഫാദറിലെ വിളിക്കുന്നത് തന്നെ ഒക്ടോബർ 31 ആ സമയത്തെ കണ്ടാണ്. അതായത് ലാസ്റ്റ് ടൈം ഇത് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് എന്നെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ നവംബർ 3-ാം തീയതി എന്നാൽ എന്താണെന്നറിയാം പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് സറണ്ടർ ആകുമെന്ന് പറഞ്ഞാൽ ചെന്ന് കാര്യം വിശദീകരണം ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീ കോടതി പോയി ജാമ്യം എടുത്തോളാൻ പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാം, നമ്മളെ അന്വേഷിച്ച് പോലീസ് വരികയോ നമ്മളെ അന്വേഷിച്ച് ഞാൻ എൻ്റെ ഫാദറിലോയും നമ്മളെ ബ്രദർ നമ്മുടെ ഒരു സ്നേഹിതന് ഒക്കെ ഒരുമിച്ച് അവിടെ ചെന്ന് നമ്മളിത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അല്ലാണ്ട് അവര് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരികയോ ഫോളോ അപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പരാതിക്കാരുടെ ഫാമിലി അല്ലെങ്കിൽ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ ഫാമിലി ഈ കാര്യത്തിൽ നിങ്ങളോട് ഒരു ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല ചോദ്യം അല്ല. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടെന്നേ നിങ്ങൾക്ക് അറിയത്തില്ല? അല്ല, അവർക്ക് അങ്ങനെ വൈരാഗ്യം ഉണ്ടാകാൻ നമ്മൾ ഈ വിഷയം നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ഇതിന് ശേഷമാണ് ഇതിന്റെ കഥ മനസ്സിലാകുന്നത്. ഇവര് ഇതിന് ശേഷം ഇത് ലാസ്റ്റ് ടൈം ആയപ്പോൾ പറയുന്ന ഈ അറസ്റ്റിന്റെ സമയമായപ്പോൾ തന്നെ ഇവർ തമ്മിലൊരു പ്ലാൻ ചെയ്തിട്ട് ഇവര് ഇങ്ങനെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി അവരെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്നപോലെ സംഗതി അതൊക്കെ കേസിന്റെ ഈ ലാസ്റ്റ് ടൈമിലാണ്. അത് മുന്നേറൊന്നും പറഞ്ഞിട്ടില്ല, ഈ പരാതി കൊടുത്തതിനൊക്കെ മുന്നേറൊന്നും പറഞ്ഞില്ല. ഈ ലാസ്റ്റ് ടൈം അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ മെൻ്റലി ആകെ ഇതായിപ്പോയി. കാരണം എനിക്ക് അത് എങ്ങനെ പ്രതികരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ സമയത്ത് ഇല്ലല്ലോ, ഞാൻ ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ഞാൻ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററോട് സഹിതം പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ മാതാവാണ്, അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ഉള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവര് അങ്ങനെ ഒന്നുമില്ലാണ്ട് അങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും. എന്നെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരുടെ കാല വീണും കാരണം നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു മാനഹാനി, പിന്നെ ഈ പോലീസ് കോടതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അതായത് വഴിയെ പോകുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ കയറിയിട്ടില്ല. അപ്പം വളരെയധികം ടെൻഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഒരു എന്താ പറയുക അതിന് നിർവചിക്കാൻ പറ്റത്തില്ല. എന്ത് വേണേലും ഇനിയിപ്പോൾ ഞാൻ ചെയ്തു, എന്നെ വെറുതെ വിടുകയും ഞാൻ ചെയ്തു എന്ന് കുറ്റം സമ്മതിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആ സമയത്തുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞിട്ടും ഇവരാരും ഇതൊന്നും ചെയ്യിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പക്ഷെ ഞാനത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കോടതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ വൈഫിൻ്റെ പിതാവും മാതാവും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർ തന്നെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് ഇപ്പം ഈ പറയുന്ന സമയത്ത് ഈ ഒക്ടോബർ 18-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് 10-ാം തീയതി. അന്നേരം എന്നെ വീട് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാദറിലെ ഉണ്ട്, മദറിലെ ഉണ്ട്, അതുപോലെ തന്നെ 2 സ്നേഹിതന്മാരുണ്ട്, അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കോടതിയിൽ ഞാൻ വിറ്റ്നസ് ആക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഹാജരാക്കിയ വക്കീൽ സമ്മതിക്കാഞ്ഞാണ്, എൻ്റെ വൈഫ് സാക്ഷിയാക്കാമെന്ന് പറഞ്ഞു സമ്മതിക്കാഞ്ഞാണ്. കാരണം അയാൾ അവരുടെ പക്ഷം തിരിഞ്ഞു, എനിക്കെതിരെ അയാൾ തിരിയാനിടയായി. നമ്മുടെ വക്കീൽ എന്ന് പറയുന്ന ആൾ നമുക്കെതിരായിട്ട് അവര് സ്വാധീനിച്ചു എന്നുള്ളതാണ്. കാരണം എങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഞാൻ എത്രത്തോളം ഒരാളൊരു പരാതി കൊടുത്ത് ഒരാളുടെ പേരിൽ ഒരു കേസ് വന്നാൽ അതിൻ്റെ പരാതി വായിച്ചു നോക്കണം എന്നൊരു അടിസ്ഥാനമായ ഒരു അറിവ് പോലും എനിക്കില്ലായിരുന്നു. അല്ല, സ്വാഭാവികമാണ്. കാരണം നമുക്ക് നിയമ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇല്ല. കാരണം ഒരു സാധാരണ ഒരു പെറ്റി കേസോ ഒരു സ്റ്റേഷനിൽ കയറി നടക്കുന്ന എന്തെങ്കിലും അടിപിടി കേസോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു വക്കീലെ കണ്ട ഇന്ന കാരണം സംസാരിക്കണം, അവർ ഇങ്ങനെയൊക്കെ കാണണം, ഹാൻഡിൽ ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരു വക്കീലായിട്ട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, അവരുടെ സാമ്പത്തികം എങ്ങനെ എടുക്കണം, അവർ ചോദിച്ചാൽ അവരുടെ സ്വഭാവം അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ തുറന്ന് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അന്ന് 28-ാം ദിവസം സാധാരണ കേസിൽ ആ കേസിന്റെ തീവ്രത എന്ന് മനസ്സിലാക്കണം. പോക്സോ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ 3 മാസം കഴിയാതെ എന്ത് ചെയ്യില്ല, ജാമ്യം കൊടുക്കത്തില്ല. കാരണം നോർമലി 28-ാമത്തെ ദിവസം എനിക്ക് കോടതി ജാമ്യം തന്നു. അതും ഒരു കണ്ടീഷനില്ലാതെ, ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ല, ജില്ലയിൽ പോകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ നാട് വിടാൻ പാടില്ലെന്നോ രാജ്യം വിടാൻ പാടില്ലെന്നോ ഒരു കണ്ടീഷനും ഇല്ല. ഫുള്ള് സ്വാതന്ത്ര്യത്തോടുകൂടി ജാമ്യം തന്നു.
അതിന് ബോണ്ട് വല്ലതും ഉണ്ടായിരുന്നു? ഒരു ബോണ്ടും ഇല്ല, ഒന്നുമില്ല. 2 ആൾ ജാമ്യം, ഏതാണ്ട് 25,000 രൂപ 2 ആൾ ജാമ്യം അങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ 25,000 രൂപയ്ക്ക് 2 ആൾ ജാമ്യം കയറി എനിക്ക് ബെയിൽ കിട്ടി. അങ്ങനെ പുറത്തേ. അപ്പം ഞാൻ അന്നേരം തന്നെ ചിന്തിച്ചു, സാധാരണ ഞാൻ 28 ദിവസം അവിടെ സബ് ജയിലിൽ കിടന്ന സമയത്ത് അവിടെയുള്ള തടവുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാരണവശാലും 90 ദിവസം കഴിയാൻ പോകില്ല, കാരണം ഞങ്ങളിവിടെ കുറേ നാളോട് കാണുന്നുണ്ട് ആൾക്കാർ, ഒരു കാരണവശാലും പോയില്ല. അപ്പം ഞാൻ അന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് അവിടുത്തെ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥർ വാർഡൻ അവർ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്, എടോ ഇത് യാതൊരു കണ്ടീഷൻ എഴുതില്ല, വക്കീലിനെ കൊണ്ട് ചോദിക്കണം, ഇനി അഥവാ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ നീ ഒന്നുകൊണ്ടും മേടിക്കേണ്ട, ഈ കേസ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. സാധാരണ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ കണ്ടീഷൻ ബെയിൽ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം, ഒപ്പിടണം, അതുപോലെ ജില്ലയിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാൻ പോലും പാടില്ല എന്നേലും കോടതി പറയേണ്ടതാണ്. ഇത് അതുപോലും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നിനക്ക് വേറെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കേസിന്റെ കാര്യങ്ങൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാനങ്ങ് വിശ്വസിച്ചിട്ട് ഈ കേസ് ഇത്രയേ ഉള്ളൂ, അപ്പോൾ സത്യാവസ്ഥ കോടതിക്ക് അറിയാമല്ലോ, കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസം ജാമ്യം കിട്ടിയത്. ഞാനത് പിന്നെ ചെവിക്കൊണ്ടില്ല. ദെൻ കേസിൻ്റെ അവധിക്ക് പോകും, വരും, വക്കീൽ കുറച്ച് പൈസ ചോദിക്കും, വക്കീൽ പൈസ കൊടുക്കും, തിരിച്ചു വരും. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. അതിനെ എങ്ങനെ കാണണമെന്നോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടോ ആരും ഉണ്ടായില്ല. അതായത് ഇതെങ്ങനെ ഇങ്ങനെ ഈ ജാമ്യത്തിൽ എത്ര കാലം നിന്നു? ജാമ്യത്തിൽ കൃത്യം 5 വർഷം നിന്നു. 5ാമത്തെ വർഷം തികയുന്ന നാളിലാണ് 5ാമത്തെ വർഷം തികയുന്ന നാളിലാണ് എനിക്ക് ശിക്ഷ അടിക്കുന്നത്. അതായത് ഒക്ടോബർ 31-ാം തീയതിയാണ് എനിക്ക് ശിക്ഷിക്കുന്നത്. ഏത് ഒക്ടോബർ? 2019 ഒക്ടോബർ 31-ാം തീയതി. 19. ഇത് സംഭവിക്കുന്നത് 2014 ഒക്ടോബർ 18-ാം തീയതി. 19 വരെ ഈ കേസിൽ ജാമ്യത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പോയി ഒപ്പിടുക എന്നുള്ളതല്ല, കോടതി ഒപ്പിടുകയല്ല, കോടതിയിൽ ഒരു ഹാജരാക്കും. അത് 2 മാസം 3 മാസം കൂടുമ്പോൾ പോയി ഹാജരാകും. അപ്പോൾ ചെല്ലും അവിടെ ഹാജരാകും, അത് ചെല്ല് പ്രസന്റ് ചെയ്യും, അവരന്നേരം അടുത്ത ഡേറ്റ് വയ്ക്കും, പോരും. നമ്മളൊന്നും ചോദിക്കുന്നില്ല, വക്കീലിനെ കാണുമ്പോൾ പൈസ കൊടുക്കും. വേറെ ഇങ്ങനെ കേസ് എങ്ങനെയാണെന്നോ ചോദിക്കണമെന്നോ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു തീരെ. എന്ന് വെച്ചാൽ ഒട്ടും ഒരു എന്താ പറയുക, ഒരു സ്വല്പം പോലും ഒരു അറിവുണ്ടായിരുന്നില്ല. അത് നമുക്കൊരു വലിയ വീഴ്ചയായിപ്പോയി. അങ്ങനെ അത് അവർ മുതലെടുക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ അതായത് ഞാൻ ഈ 5 വർഷവും പുറത്ത് നിന്ന സമയത്ത് പിന്നെ ഞാൻ അവിടുന്ന് എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് പിന്നെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായി. കാരണം കുട്ടികളുടെ ഇടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുകയും ക്ലാസ്സുകൾ നടത്തുകയും ട്യൂഷൻ ക്ലാസ്സുകൾ നടത്തുകയും ABS നടത്തുക, അങ്ങനെ കുറേ കുട്ടികളുടെ ഇടയിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുകയും കുട്ടികൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ വന്ന് പിന്നെ എനിക്ക് അവിടെ നിൽക്കുന്ന ഒരു ഭയങ്കര മാനഹാനിയും വേദനയും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കൊലക്കേസോ കഞ്ചാവ് കേസോ അങ്ങനെയുള്ള കേസ് പോലെ അല്ലല്ലോ ഇത് ആകെ നമ്മളെ മാനസികമായി മെൻ്റലി തളർത്തുന്ന ഒരു കേസായിപ്പോയി. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു സാധനമാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ നേരെ എൻ്റെ വൈഫിൻ്റെ തന്നെ അമ്മയുടെ അനിയത്തിയൊക്കെ കർണാടകത്തിലുണ്ട്. അവിടോട്ട് ഞാൻ അവിടെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ജോലിയായിട്ട് പിന്നെ ഞാൻ ജോലിയായിട്ട് അങ്ങ് പോവുകയാണ്. ജോലി എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷി കാര്യങ്ങളിലുള്ള പണിയായിട്ട് പോയി. പിന്നെ അവിടെ പോയി റബ്ബർ ജോലി ടാപ്പ് ചെയ്യുന്ന ജോലി ചെയ്ത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ വന്നാണ് ഈ പണിയെടുത്ത് 5 വർഷം പണിയെടുത്ത പൈസ മുഴുവൻ എന്ത് ചെയ്യുക, ഈ വരാനും പോകാനും വക്കീൽ കൊടുക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നീക്കി ബാക്കി വെക്കാനോ ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിലൊന്ന് ജീവിക്കാൻ പോലും നമുക്ക് പൈസ മിച്ചം കിട്ടാത്ത അവസ്ഥയായി. കാരണം വക്കീലന്മാർ ഓരോ സമയത്ത് അതുപോലെ ഈ 5 വർഷത്തിൽ 4 വർഷം ആകാറായപ്പോൾ 4.5 വർഷം ആയപ്പോഴത്തേനും ആദ്യം കൊടുത്തിരുന്ന അഭിഭാഷകൻ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, ആളുടെ ഇയർ ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു വക്കീലിനും കൂടെ വെക്കുകയാണ്, അപ്പം അദ്ദേഹത്തെ വെക്കാം, ഇനി അദ്ദേഹത്തെ കണ്ടാൽ അതേ പൈസ കൊടുത്താൽ മതി. അദ്ദേഹം തന്നെ ഒരു സീനിയർ വക്കീലിനെ വെച്ചു, ഒരു KM പരീത് എന്ന് പറഞ്ഞൊരു വക്കീല. ആളെ വെച്ച് ആൾ കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കും, നമുക്ക് കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻ്റ് ആയി, ആൾ നമ്മളോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, എനിക്ക് കാര്യങ്ങൾ പറയാം, അത് നോക്കാം, നമുക്ക് നന്നായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നല്ല കോൺഫിഡൻ്റ് ഇരുന്നു. പിന്നെ പൈസയൊക്കെ ചോദിക്കുന്നു ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ട്രയലിൽ പോസ്റ്റ് ചെയ്തു, കേസ് വിചാരണയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്ക് തൊട്ട് മുന്നെയാണ് ഇദ്ദേഹം ഒരു രാത്രി എന്നെ വിളിക്കുക. ഞാനപ്പം അവിടെ കർണാടകത്തിലാണ് ഇരിക്കുന്നത്. ഷിബു, എനിക്ക് പണ്ടെന്തോ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിനെ സംബന്ധിച്ച് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്, വേദനയുണ്ട്, അപ്പോൾ അതിന് ഹോസ്പിറ്റലൈസ് ചെയ്യണം, എനിക്ക് ഈ സമയത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് എനിക്ക് വേറൊരു അഭിഭാഷകനെ വെക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ സാർ, ഞാൻ ഈ രാത്രി പറഞ്ഞാൽ ഇത്രയും സമയത്ത് എനിക്ക് ഒരു പരിചയമില്ല, ഒരാൾ പോലും ഇല്ല വെക്കാൻ, അപ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഷിബു സങ്കടപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട, എന്നെക്കാളും 2-3 വർഷം കൊണ്ട് സീനിയർ ആയിട്ടുള്ള ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വക്കീലുണ്ട്, തൊടുപുഴ കോതായിക്കുന്ന് ഓഫീസിലുള്ള ഒരു ജോൺസൺ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. ആളെ വിളിച്ചാൽ അത് നമ്പർ തന്നാൽ ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി, ഒരു 10,000 രൂപ കൊടുത്താൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം. കാരണം ഇവർക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും പൈസ കൊടുത്തിട്ടിരുന്നുള്ളൂ, ഇവരൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ പൈസ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ കൊടുത്തോളാം, ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട്
ഞാൻ ഇദ്ദേഹത്തെ പോയി കേസിൻ്റെ ട്രയൽ തുടങ്ങുന്നതിൻ്റെ തലേദിവസം പോയി കാണാൻ എന്നോട് തലേദിവസം വന്നാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുടുംബവും വൈഫുമായിട്ട് ചെന്നു. കുഞ്ഞും വൈഫും ഞങ്ങൾ 3 പേരോടെ ചെന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് കാര്യം. എൻ്റെ വൈഫ് കാര്യങ്ങൾ കയറി പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് കാര്യം, സംഗതി സാറേ ഇതുപോലൊരു ഫാബ്രിക്കേഷനാണ്, ഇതില്ലാതെ വേറൊരു കാര്യമില്ല, ഞാനില്ലാത്തൊരു സമയമില്ല. പിന്നെ തന്നെയല്ല, പ്രത്യേകിച്ച് ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് എനിക്കിത് വസ്തുതാപരമായ വിഷയം എനിക്ക് നല്ലോണം ബോധ്യമുള്ളതുകൊണ്ടാണ് സാറേ ഇത് പറയുന്നത്. സാർ അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി എൻ്റെ ഭർത്താവിനെ ഇത് ചെയ്യണം, ഇത് കള്ളക്കേസാണ് എന്ന് എൻ്റെ വൈഫ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, കൊടുത്ത പൈസയും വാങ്ങി. അദ്ദേഹം ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതിൻ്റെ ഫസ്റ്റ് ട്രയൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ വിക്ടിം എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടിയുടെ മാതാവും വന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ കോടതി മൊഴി കൊടുത്തതിൻ്റെ അന്ന് വൈകിട്ട് മൊഴി കൊടുത്തിട്ട് അവർ പോയ സമയത്ത് ഞാൻ വൈകിട്ട് ഒന്ന് എന്നോട് നിൽക്കണമെന്ന് പറഞ്ഞു. വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിബു ഞാനിങ്ങനെ സാധാരണ ഒരു കേസ് ചെയ്യുന്നത്, അതായത് ഇങ്ങനത്തെ ഒരു കേസ് നടത്തുന്നത്, കേസ് എടുക്കുന്നത് എനിക്ക് ഫീസ് 1 ലക്ഷം രൂപയാണ്, എനിക്കിത് പോരാ, എനിക്ക് ഫീസ് തരണം. ഞാൻ പെട്ടെന്ന് എനിക്കത് ഓർക്കാപ്പുറത്തൊരു ഷോക്ക്. കാരണം ഇദ്ദേഹം പറഞ്ഞ 10 രൂപയും കൈ പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് പോകാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത ആവശ്യം. 1 ലക്ഷം രൂപ, 10-20,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്കിലും കൊടുത്തു. ഇനിയിപ്പോൾ 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഷോക്ക്. കാരണം ഈ 5 ദിവസവും 5-6 ദിവസം അടുപ്പിച്ച് ട്രയലാണ്. കാരണം എനിക്ക് തിരിച്ച് ഈ പറയുന്ന പണിസ്ഥലത്ത് പോകാനോ അവരുടെ പൈസ മേടിക്കാനോ ചോദിക്കാനോ പോകാനുള്ള ഗ്യാപ്പിൽ എല്ലാ ദിവസവും ട്രയൽ നടക്കുക. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മറിച്ച്, സാറേ ഒന്നും മിണ്ടാതെ ഞാൻ പഴയ സാറിനോട് ചോദിച്ചു, സാറേ പരീന്ന് പറഞ്ഞാൽ ആദ്യം ഇയാളെ ഏൽപ്പിച്ച് സാറിനോട്, സാറല്ലേ പറഞ്ഞ 10,000 രൂപ കൊടുത്താൽ മതിയെന്ന്. ഇതിപ്പോൾ ഇദ്ദേഹം 1 രൂപയാണല്ലോ ചോദിക്കുക, 1 ലക്ഷം രൂപ ചോദിക്കുക. ഞാൻ എവിടെ നിന്ന് സാറേ കൊടുക്കുക, സാറിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചെറിയ വക്കീലിനെ വെച്ചാനല്ലോ എന്ന് പറഞ്ഞു. കണ്ടത് സർക്കാർ വക്കീലിനെങ്ങാനും വല്ല കേൾക്കാൻ. ഇല്ലില്ല, ഷിബു കൊടുക്കണേ, ഞാൻ പറഞ്ഞതാ, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, അദ്ദേഹം അത് തെറ്റിദ്ധരിച്ച് സംസാരിച്ചാണ്, ഞാൻ കൊടുത്തോളാം, ബാക്കി കാര്യം ഞാൻ ക്ലിയർ ചെയ്തോളാം എന്ന് ഈ പരീത് വക്കീൽ പറഞ്ഞു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇയാളോട്ട് ചോദിച്ചില്ല. എന്തായാലും ചോദിച്ചതല്ലേ, ഇനി അദ്ദേഹത്തിന് ഒരു കെറിവൊന്നും ഉണ്ടാകണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, 10,000 രൂപയോടെ കൊണ്ടേ കൊടുത്തു. ടോട്ടലി ഇയാൾക്ക് ഞാൻ 20,000 രൂപ കൊടുത്തു. ഇപ്പം സാധാരണ നാട്ടുകാർ മറ്റേ പൊതുജനങ്ങളെ സംബന്ധിച്ചിരിക്കും 10,000 20,000 എന്നൊക്കെ പറയുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ള എമൗണ്ടാണ്. കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മളെ വളരെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അത്ര പെട്ടെന്നൊരു 10,000 എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ അത്രയും സാമ്പത്തിക ഉണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വാഹനങ്ങളെല്ലാം വിറ്റ്, എല്ലാം ഇതിൻ്റെ കീഴിൽ വണ്ടിയും സാധനങ്ങളെല്ലാം വിറ്റ് നമ്മുടെ ബിസിനസ് എല്ലാം ഇതായി, ഒരുപാട് ലോസ് വന്നു. അതെല്ലാം പൈസ എല്ലാം കൊടുക്കേണ്ടത് കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു, അങ്ങനെ ഒരുപാട് നഷ്ടം വന്നു. അതോടുകൂടി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ ഇദ്ദേഹം വന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പൈസയുടെ കാര്യം ചോദിച്ചില്ല, ഞാനൊട്ട് ഇദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു, ഒത്തൊരുമിച്ചു. ശരിയാണ്. അപ്പം ഇവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റെല്ലാം കൊടുത്ത് വിചാരണയെല്ലാം നടന്നു. എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഒരു 3 വർഷങ്ങാനം ഈ ജഡ്ജി വളരെ മോശമാണ്, അദ്ദേഹം വളരെ ശിക്ഷിക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആളാണ്, അതുകൊണ്ട് 3 വർഷങ്ങാനം ശിക്ഷിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അഥവാ ഉണ്ടായാൽ ഒരു 2 ജാമ്യക്കാരെയും കൊണ്ട് വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ജാമ്യം എടുത്ത് ഇറങ്ങിപ്പോകാം, എന്നിവിടെ ഹൈക്കോടതി അപ്പീൽ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അദ്ദേഹം ഒരു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂർ ഒരു കരുതലാണല്ലോ എന്ന് ഓർത്തു. ശരിക്കും ഞാൻ അതിന് പോയി ആൾക്കാരെ കണ്ടെത്തി, ജാമ്യക്കാരെയും കണ്ടെത്തി, ഇവരെയും കൊണ്ട് ഞാൻ ഈ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർക്കപ്പുറത്ത് ഇങ്ങനെ ആദ്യം വിളിച്ച് കയറി 12 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, 12 മണിയായപ്പോൾ കയറി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു, പുറത്തോട്ടിരിക്കാൻ പറഞ്ഞു. എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ പറഞ്ഞതെന്ന് എനിക്ക് കാരണം കേൾക്കുന്നില്ല. കോടതി കയറുമ്പോൾ ഒരു എരമ്പൽ മാത്രമേ എൻ്റെ കാതുകളിൽ കേൾക്കുന്നുള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് ഒന്നും നമുക്ക് മനസ്സിലായി, കാരണം അത്രയും ടെൻഷനാണ്, നമുക്കറിയില്ല. അങ്ങനെ മാനസികമായി വളരെ സംഘർഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 2 മണിയായപ്പോൾ വിളിച്ചു, 2 മണി 2:30 ആയപ്പോൾ വിളിച്ചു. അയാൾ കോടതി ശിക്ഷ വിധിച്ചു. അത് തന്നെ നിയമവിരുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കോടതി കാണിച്ചതും വളരെ നിയമവിരുദ്ധമാണ്. CRPC പ്രകാരമാണെങ്കിലും ഒരേ ദിവസം തന്നെ കുറ്റസ്ഥാപനവും ശിക്ഷാവിധിയും നടപ്പാക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇതൊന്നും നമുക്കന്ന് അറിയില്ല. അദ്ദേഹം അപ്പം തന്നെ വിളിച്ചിട്ട് ഒന്നെങ്കിൽ എനിക്കൊരു പക്ഷേ കുറ്റസ്ഥാപനം നടത്തിയിട്ട് എന്നെ ഒരു സബ് ജയിലിലേക്ക് വിടുവാണെങ്കിൽ അപ്പോഴേ ഞാൻ അവിടെ എന്തിനെ ശിക്ഷിച്ചു എന്നുള്ള ചോദ്യം വന്ന് എൻ്റെ മനസ്സിലുണ്ടാക്കിയാൽ ഞാൻ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നയാളെ വിധിക്കണം അല്ലെങ്കിൽ വിസ്തരിക്കണമെന്നോ അല്ലെ എന്താണെന്ന് എനിക്ക് കോടതിയോട് നമുക്കൊരു പ്രിപ്പയർ ആകാൻ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇത് അതിനൊന്നും ഒരു ചിന്തിക്കാൻ പോലുള്ള സമയം തന്നില്ല. നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, ഞാൻ ജയിലിൽ ചെന്നതിന് ശേഷം അറിയുന്നത് ഇരട്ട ജീവപര്യന്തമാണ് അടിച്ചതെന്നുള്ള വിവരം അറിയുന്നത്.